ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. അതേതാണ് ആ പാട്ട്? ശ്യാമവാനിലെ. എന്നോട് ചോദിച്ചിരുന്നു. ഓ, നിങ്ങളുടെ ടീനേജിലേക്ക് പാട്ട്. എങ്ങനെ അങ്ങനെ ഒരു ധാരണയിലെത്തിയിരുന്നു. ആനച്ചന്തം. ആനച്ചന്തം അശ്വാരൂഢന് ശേഷം ജയരാജ് സാറ് തന്നെ തന്ന ഒരു ഭാഗ്യമാണ് ആ പാട്ട്. ഒരവസരമായിരുന്നു. വേണുചേട്ടനാണ് അതിൻ്റെ മെയിൽ വേർഷൻ പാടിയിട്ടുള്ളത്. ടൈറ്റിൽ സോങ് ആയിരുന്നു. ഞാൻ പാടിയത് CD-യിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ആകാശവാണിയിലും ഒക്കെ ഒത്തിരി കേട്ടിരുന്ന ഒരു പാട്ടാണ്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആ പാട്ട്. അതിൻ്റെ ഫീമെയിൽ വേർഷൻ ഉണ്ട്, കേട്ടിട്ടുണ്ടെന്ന് പറയും. ഇന്നത്തെ പോലത്തെ ഒരു അവസ്ഥ അല്ല അന്ന് ഫീമെയിൽ വേർഷൻസ് ഒത്തിരി പാട്ടുകൾ, ദാസാറ് പാടിയ പാട്ടുകളുടെ ഫീമെയിൽ വേർഷൻ ചിത്ര ചേച്ചിയും സുജാ ചേച്ചിയും ഒക്കെ പാടി അങ്ങനെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ പല സിനിമയിൽ ഉണ്ടാവില്ല. സിനിമയിൽ ഇല്ലെങ്കിലും അത് സൂപ്പർ ഹിറ്റ് ആവും ഈ CD ഇറങ്ങുന്നത്. അപ്പൊ പാടാം. ജെയ്സൺ ജെ നായർ ആണ് എൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. PC അരവിന്ദനാണ്. പൊയറ്റിക്കായ പാട്ടാണത് അല്ലേ? അതെ. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം, ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. ഈ ഗ്രാമീണ പശ്ചാത്തലം കാണിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വരാറുള്ള മലയാളം തുളുമ്പി നിൽക്കുന്ന പാട്ടാണ്. മാത്രമല്ല മിക്കവാറും കല്യാണ CD-കളിലുണ്ടല്ലോ ഈ രാവിലെ കാണിക്കല്ലോ ഉഷസ് ഇങ്ങനെ പൊട്ടി വിടരും. മറ്റേ ഓലക്കിടയിലൂടെ സൂര്യരശ്മി വരും. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ഇത് വരും. അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണ CD-ലാന്ന് മനസ്സിലായില്ല. എന്റെ കല്യാണ CD അതില്ല. കല്യാണത്തിന് CD തന്നെ ഉണ്ടായില്ല. ഞങ്ങളൊക്കെ CD-യുടെ കാലഘട്ടത്തില്ല. പിന്നെ അഖില, ഈ പിന്നെ മ്യൂസിക് അല്ലാതെ അഖിലയുടെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ ഏതൊക്കെയാ? വായന അങ്ങനെ അല്ലെങ്കിൽ വായന തീരെയില്ല. പിന്നെ അതല്ലാതെ കുക്കിംഗ് ഇഷ്ടമാണോ? കുക്കിംഗ് വലിയ താല്പര്യമൊന്നുമില്ല. നാട്ടുകാർ കുക്ക് ചെയ്താൽ നമ്മൾക്ക് ഇഷ്ടമാണ്. അത്ര താല്പര്യമുള്ള കാര്യം. പക്ഷെ എനിക്ക് ഇപ്പോൾ ഞാൻ ഈ അടുത്ത് കുറച്ച് കൂടുതൽ ഒരു ഹോബി ആയിട്ട് എനിക്ക് തോന്നിയത്, കുറച്ച് ഞാൻ മോഡലിംഗ് എനിക്കിഷ്ടമാണ്, ഫോട്ടോഷൂട്ട്സ്. അങ്ങനെ ഈ കോവിഡ് സമയത്ത് കുറച്ച് എൻക്വയറീസ് വന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തപ്പോൾ അത് കൊള്ളാലോ പരിപാടി എന്ന് തോന്നി. അങ്ങനെ കുറച്ച് ആ ഒരു മേഖലയിലും കൂടി ഇപ്പോൾ ഇത്രയും കാലം ഈ സിനിമയുടെ പിന്നണി ഗായക മേഖലയിൽ നിൽക്കുക ചെറിയ കാര്യമല്ല. ഇപ്പം ജോസഫിലടക്കം, അതായത് കഴിഞ്ഞൊരു 18 വർഷമായി സിനിമാ മേഖലയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത് ചെറിയ കാര്യമല്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? ജോസഫിൽ പാടിയ പാട്ട് കരിനീല കണ്ണുള്ള പെണ്ണേന്ന് തുടങ്ങുന്ന പാട്ടാണ്. കാർത്തിക്കാണ് അത് പാടിയിരിക്കുന്നത്. രഞ്ജിൻ രാജിന്റെ സംഗീതം. രഞ്ജിൻ രാജ് ഒരു മെയിൽ പ്രോമിനൻസ് ഉള്ള സോങ് ആണ്. അതിൽ കുറച്ച് പോർഷൻസ് ഫീമെയിൽ. ആ അഭിനയിച്ച നായിക മാധുരി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ആൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡബിംഗ് ആണോ? ഫസ്റ്റ് ഡബിംഗ് അല്ല. ഞാൻ പാട്ട് സീരിയസ് ആയിട്ട് മീൻസ് പ്ലേ ബാക്ക് സിംഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് സീരിയൽസ് ഒക്കെ ഡബ് ചെയ്തിരുന്നു. അപ്പം അന്ന് പലർക്കും എന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന ഒത്തിരി അറിഞ്ഞിരുന്ന, അതായത് എന്നെ അയ്യോ അഖില ഡബിങ് ആർട്ടിസ്റ്റ് അല്ലായിരുന്നോ, പാട്ടും പാടുവോ എന്ന് ചോദിച്ചൊരു സമയമുണ്ട്.